ഹായ് ചക്കരക്കുട്ടികളെ, നമ്മുടെ ഓണപരീക്ഷ എത്തി. അങ്ങനെ നാളെയാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാം അല്ലെ. സോ മക്കളെ, കെമിസ്ട്രിയിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നല്ല ടഫ് ആയിരിക്കും. അപ്പൊ ഇതുവരെയുള്ള എല്ലാ പരീക്ഷയും ടഫ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ കെമിസ്ട്രി അതിനേക്കാളൊക്കെ ടഫ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ മക്കളെ, നിങ്ങളെ 40-ൽ 40 മാർക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ അതിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ചേരുംപടി ചേർക്കാനാണ്. നേരത്തെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ 2 മാർക്ക് 3 മാർക്കൊക്കെ കിട്ടും. ഇപ്പൊ ഒറ്റ മാർക്കേ കിട്ടുള്ളൂ, ബിക്കോസ് ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളാണ് തൊട്ടടുത്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ തമ്മിൽ നമുക്ക് ചേരുംപടി ചേർക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് ഏതാണ്? OH ഗ്രൂപ്പ് ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലെ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് പേരാ വിളിക്കുക? ആൽക്കഹോൾസ് എന്ന് പറയാം. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അവർ ആൽക്കഹോളുകളാണ്. അപ്പൊ A3 ആണ്. ഇനി അടുത്തത് OR, ഓക്സിജൻ സെന്ററിൽ വരുന്നു. 2 ആൽക്കൈൽ ഗ്രൂപ്പ് അപ്പുറത്തും വരുന്നു. അത് ആരാണ്? യെസ്, ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് ഈഥേഴ്സ് എന്ന് പറയാൻ സാധിക്കും അല്ലെ. ഈഥറുകൾ എന്ന് പറയാം. അപ്പോൾ B2 ആണ്. ഇനി അടുത്തത് CHO ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പ് ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നതെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ എന്താ വിളിക്കുക? CHO ഗ്രൂപ്പിന്റെ പേരെന്താ? ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ എന്താ വിളിക്കുക? ആൽഡിഹൈഡ്സ്. സിമ്പിൾ അല്ലെ. അപ്പൊ ദാ ആൽഡിഹൈഡ്സ് ആണ്. C എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. 6 ആണ്. ഇനി അടുത്തത് D, COOH. COOH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് ആണ്. ഒരു കാർബൺ, ഒരു ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ ആണെങ്കിൽ ആൽഡിഹൈഡിൽ ഗ്രൂപ്പ്. ഒരു കാർബൺ, 2 ഓക്സിജൻ, ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ D എന്ന് പറയുന്നത് 1 ആണ്. D is 1. D എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അടുത്തത് ഇത് F എന്ന് പറഞ്ഞാൽ ആരാ? അയ്യോ, F എന്ന് പറഞ്ഞ ആരാ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ആരാ? ഫ്ലൂറോ ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ക്ലോറോ, ഫ്ലൂറോ, ബ്രോമോ, ഐഡോ, ആരാ ഇവരൊക്കെ? ഹാലോജൻസ് ആണ് അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇവരൊക്കെ ഹാലോ ഗ്രൂപ്പ്സ് ആണ്. ഹാലോ ഗ്രൂപ്പ്സ് വന്നാൽ അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയാം. അപ്പോ E എന്ന് പറയുന്നത് 4 ആണ്. അവസാനത്തെ ആളാണ് CO ഗ്രൂപ്പ്. CO ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് അല്ലെ. നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് ആണ്. കീറ്റോ ഗ്രൂപ്പ് വന്നാൽ അവരെ നമ്മൾ എന്താ വിളിക്കുക? കീറ്റോൺസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? കീറ്റോ ഗ്രൂപ്പ് വന്നാൽ നമുക്ക് അവരെ കീറ്റോണുകൾ എന്ന് പറയാം. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ? A3, B2, C4, D1, E4, C6, D1, E4, 5. ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. ഏതാ മക്കളെ ഓപ്ഷൻ? പറഞ്ഞു. A3, B2, C6, D1, E4, F5. ഓപ്ഷൻ A ആണ് കറക്റ്റ് ഉത്തരം. അപ്പൊ ഇതേപോലെ നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കുക കേട്ടോ. അപ്പൊ ഇത് 1 മാർക്കാണ്. പക്ഷെ 1 മാർക്കിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ A+ നഷ്ടപ്പെടുക. അതുകൊണ്ട് ഇതിനെ ചെറുതായിട്ട് കാണരുത്, കറക്റ്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് IUPAC നെയിംസ് ഓഫ് ദി 4 കോമ്പൗണ്ട്. IUPAC നെയിം എഴുതാനാണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. നോക്കിക്കേ. യെസ്, അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ബ്രോമിൻ ആണ് അല്ലെ. ഇതൊരു ഹാലോ കോമ്പൗണ്ട് ആണ്, ഒരു ഹാലോ സംയുക്തമാണ്. ബ്രോമിൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഹാലോ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഹാലോജൻ ഗ്രൂപ്പിന്റെ പേരെന്താ? ബ്രോമോ അല്ലെ. ബ്രോമോ എന്നാണ് ഹാലോ ഗ്രൂപ്പിനെ വിളിക്കേണ്ടത്. അപ്പോ ഈ ഹാലോ കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കുന്നതും ബ്രാഞ്ചുകൾക്ക് പേര് കൊടുക്കുന്നതും സിമിലർ ആണ്. ആദ്യം പൊസിഷൻ നമ്പർ പറയണം, പിന്നെ ഹൈഫൺ ഇടണം, ഹാലോ ഗ്രൂപ്പിന്റെ പേര് പറയണം, ആൽക്കെയിനിന്റെ പേര് പറയണം. അത്രയേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ കണ്ടെത്തണം. എന്നാലല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. പൊസിഷൻ നമ്പർ കണ്ടെത്താം. 1, നമുക്ക് ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5. ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലുമാണ് ബ്രോമിൻ വന്നിട്ടുള്ളത്. തിരിച്ചു ചെയ്താലോ? 1, 2, 3, 4, 5. വലത്തു നിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോഴും എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 2ലും
4ലും തന്നെയാണ് അല്ലെ. സോ ഇവിടെ ഏത് രീതിയിൽ നമ്മൾ നമ്പർ ചെയ്താലും 2ഉം 4ഉമാണ് പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെ, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഇവിടെ നമുക്ക് എടുക്കാം. ആയിക്കോട്ടെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പൊസിഷൻ നമ്പർ പറയാം. 2,4 ഹൈഫൺ ഇട്ടു. നോമൻക്ലേച്ചർ എഴുതുമ്പോൾ എപ്പോഴും നമ്പറിനെ ലെറ്ററിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൺ കൊടുക്കണം. ഒരക്ഷരവും ഒരു സംഖ്യയും ഒരിക്കലും ഒന്നിച്ച് വരില്ല, അവരെ തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ ഹൈഫൺ ഇട്ട് കൊടുക്കണം. ഇനി ഇവിടുത്തെ ആളെന്ന് പറയുന്നത് ബ്രോമിൻ ആണ്. ബ്രോമിൻ ആണ് വരുന്നതെങ്കിൽ ബ്രോമോ എന്നാണ് പറയേണ്ടത്. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2 തവണ ബ്രോമിൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 തവണ വന്നാൽ ഒരേ ആള് തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ ഡൈ എന്ന് ചേർക്കണം. 3 തവണ വന്നാൽ ട്രൈ എന്ന് ചേർക്കണം. 4 തവണ വന്നാൽ ടെട്രാ എന്ന് ചേർക്കണം. അപ്പൊ ഇവിടെ 2 തവണ ബ്രോമിൻ റിപ്പീറ്റ് ചെയ്തു, ബ്രോമോ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്തു അല്ലെ. സോ ഇവൻ വെറും ബ്രോമോയാണോ? അല്ല, ഇവനെ ഡൈ ബ്രോമോ എന്ന് വിളിക്കണം. അപ്പൊ 2,4 ഹൈഫൺ ഡൈ ബ്രോമോ. ഇനി നോക്കിക്കേ, 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റമുള്ള ആൽക്കൈനിന്റെ പേരെന്താ? പെൻറ്റെയിൻ എന്ന് വരും. അപ്പൊ ഇവന്റെ പേര് 2,4 ഡൈ ബ്രോമോ പെൻറ്റെയിൻ എന്ന് വരും. അപ്പൊ മക്കളെ, കൂടുതലായിട്ട് നിങ്ങൾക്ക് IUPAC നെയിമും എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ലൈവില് വരുന്നുണ്ട്. കൃത്യം 7:30 ആകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ എത്തണം. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ. ഈ അടുത്ത കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. ഇതൊരു അപൂരിത ഹൈഡ്രോ കാർബൺ ആണ്. ഡബിൾ ബോണ്ട് വന്നാൽ ആരാണ്? ഇതൊരു ആൽക്കീൻ ആണ് അല്ലെ. അപ്പൊ ആൽക്കൈനും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിനെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇതിനും പൊസിഷൻ നമ്പർ കൊടുക്കണം. അപ്പൊ പൊസിഷൻ നമ്പർ കൊടുക്കാം. എങ്ങനെയാ കൊടുക്കുക? ഇടത്ത് നിന്ന് വലത്തേക്കും വലത്ത് നിന്ന് ഇടത്തേക്കും നമ്പർ ചെയ്യണം. വേഗം ചെയ്യാം. 1 2 3 4 5 6. ഇടത്ത് നിന്ന് വലത്തേക്ക് ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണോട് ചേർന്നിട്ടാണ് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത്. ഇനി തിരിച്ച് നമ്പർ ചെയ്താലോ? 1 2 3 4 5 6. തിരിച്ച് ചെയ്യുമ്പോഴും 3ാമത്തെ കാർബണിൽ വന്നിട്ടുള്ളത്. സോ എങ്ങനെ നമ്പർ ചെയ്താലും 3ാമത്തെ കാർബണിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം വേർഡ് റൂട്ട് എഴുതണം, ഹൈഫൺ ഇടണം, പൊസിഷൻ നമ്പർ ഓഫ് ദി ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് പറയണം. ആൽക്കീൻ ആണെങ്കിൽ ഈൻ എന്ന് ചേർക്കുക, ആൽക്കൈൻ ആണെങ്കിൽ YNE ചേർക്കുക അല്ലെ. ആദ്യം പദമൂലം പറയുന്നു, ഹൈഫൺ ഇടുന്നു, സ്ഥാനസംഖ്യ ദ്വിബന്ധനത്തിന്റെയോ ത്രിബന്ധനത്തിന്റെയോ സ്ഥാനസംഖ്യ പറയണം, ഹൈഫൺ ഇടുക. അതിനുശേഷം ആൽക്കീൻ ആണെങ്കിൽ ഈൻ എന്നും ആൽക്കൈൻ ആണെങ്കിൽ ഐൻ എന്നും ചേർക്കുക അല്ലെ. അപ്പൊ ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്. ആദ്യം നമുക്ക് വേർഡ് റൂട്ട് കൊടുക്കാം. വേർഡ് റൂട്ട് വരുന്നത് ഹെക്സ് എന്നാണ് അല്ലെ. 6 കാർബൺ ആറ്റം ആണെങ്കിൽ മെത്തയത്ത് പ്രൊപ്പ ബ്യൂട്ട പെൻഡ് ഹെക്സ് ആണ് വരിക. ഇനി ഹൈഫൺ ഇടാം. ഓക്കെ, ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ സ്ഥാനസംഖ്യ പറയാം. ഇവിടെ 3ാമത്തെ കാർബണോട് ചേർന്നിട്ടാണ്. സോ 3 ആണ് സ്ഥാനസംഖ്യ. ഇനിയും വീണ്ടും ഹൈഫൺ ഇടാം. എന്തിനാ 2 ഹൈഫൺ? നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്യാൻ. ഇനി നോക്കിക്കേ, ഇതൊരു ആൽക്കീൻ അല്ലേ. അപ്പൊ പേരിന്റെ അവസാനം നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഈൻ എന്ന് ചേർക്കണം അല്ലെ. അപ്പൊ ഹെക്സ് 3 ഈനാണ് നമ്മുടെ കോമ്പൗണ്ട്. അടുത്ത ആള് നോക്കിക്കേ, ഇതൊരു ശാഖ വന്നിട്ടുള്ള കോമ്പൗണ്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം മെയിൻ ചെയിനിനെ തിരിച്ചറിയണം. പ്രധാന ചെയിനിനെ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ആരാണ് മെയിൻ ചെയിൻ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ആളാണ് നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ഏതൊക്കെ പോസിബിലിറ്റീസ് ആണ് എന്ന് നോക്കാം അല്ലെ. ഇതൊരു പോസിബിലിറ്റിയാ. അപ്പൊ ഇതൊരു പോസിബിലിറ്റി ആണെങ്കിൽ ഇവനാണ് നമ്മുടെ ബ്രാഞ്ച്. ഇവിടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്. വേറെ ഏതൊക്കെ പോസിബിലിറ്റി എന്റെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്? ഇതൊരു പോസിബിലിറ്റി അല്ലേ. അപ്പൊ അവിടെ എത്ര കാർബൺ ആറ്റം? 1 2 3 4 5 കാർബൺ ഉണ്ട്. അത് പറ്റില്ല. കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതായിരിക്കണം നമ്മുടെ മെയിൻ ചെയിൻ. അപ്പൊ ഇവൻ പറ്റില്ല. ഇനി ഇതൊരു പോസിബിലിറ്റി ആണ് അല്ലെ. ഇവിടെ ആണെങ്കിൽ 1 2 3 4 കാർബണുകൾ, അതും പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബണാറ്റമുള്ള ചെയിൻ ആയിരിക്കണം നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ചെയിൻ ആയിട്ട് ഇവനെയാണ് മിസ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മുടെ ബ്രാഞ്ച് ശാഖയ്ക്ക് പൊസിഷൻ നമ്പർ കൊടുക്കണം. ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യാം. 4 5 6 4ാമത്തെ കാർബണിലാണ്. ഇനി വലത്തു നിന്ന് ഇടത്തേക്ക് തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4
5 6 മൂന്നാമത്തെ കാർബണിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ 2 പൊസിഷൻ നമ്പർ വന്നിട്ടുണ്ട്, 4ഉം 3ഉം. ഇതിൽ ഏത് നമ്പറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നമ്പർ ആയിരിക്കണം. സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ മാത്രം നമുക്ക് മതി. 4ഉം 3ഉം വന്നാൽ ചെറിയ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് 3 എന്ന് പറയുന്ന പൊസിഷൻ നമ്പർ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ പൊസിഷൻ നമ്പർ കിട്ടി, മെയിൻ ചെയിൻ കിട്ടി. ഇനി പേര് എഴുതിക്കൂടെ? ആദ്യം നമുക്ക് പൊസിഷൻ നമ്പർ പറയാം, 3 ആണ്, ഹൈഫൺ ഇട്ടു. ഇനി നമ്മൾ ബ്രാഞ്ചിന്റെ പേര് പറയണം. ഇവിടെ CH3 ഗ്രൂപ്പാണ് ബ്രാഞ്ച്. CH3 ഗ്രൂപ്പിന്റെ പേരെന്ന് പറയുന്നത് മീഥൈൽ എന്നാണ് അല്ലെ? CH3 ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ 3 ഹൈഫൺ മീഥൈൽ. എന്തിനാ ഹൈഫൺ ഇട്ടത്? നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്യാൻ. ഇനി 6 കാർബൺ ആറ്റം ഉണ്ട്. 6 കാർബൺ ആറ്റമുള്ള ആൽക്കൈനിന്റെ പേരെന്താ? ഹെക്സെയിൻ എന്ന് വരും. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് 3 മീഥൈൽ ഹെക്സെയിൻ ആണ്. അപ്പൊ മക്കളെ, ഇതേപോലെ എല്ലാ കോമ്പൗണ്ടുകളുടെയും നോമൻക്ലേച്ചർ നമ്മൾക്ക് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് വൈകിട്ട് മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കോ. മെത്തോക്സി പ്രൊപ്പൈനിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടനാവാക്യം നൽകിയിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റാമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ മെറ്റാമറിന്റെ ഘടനാവാക്യം എഴുതാം. മെറ്റാമറിന്റെ പ്രത്യേകത എന്താ? ഒരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നു. സംയോജകത 2 വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരണം. ഇവിടെ നോക്കിക്കേ, ഈ ഈതർ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരേ സമയം 2 ബോണ്ട് ഫോം ചെയ്യും. ഒരേ സമയം 2 ബോണ്ട് ഫോം ചെയ്യുന്നവരെയാണ് നമ്മൾ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോ നോക്കിക്കേ, ഇവിടെ ഇടതുവശത്ത് 1ഉം വലതുവശത്ത് 3ഉം ആണുള്ളത്. അപ്പൊ മെറ്റാമർ എഴുതുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ചേഞ്ച് ചെയ്യാൻ പാടില്ല. ടോട്ടൽ 4 എണ്ണം തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഓക്സിജന്റെ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പോഴാണ് നമുക്ക് മെറ്റാമറിനെ കിട്ടുന്നത്. ഇവിടെ 1ഉം 3ഉം ആണെങ്കിൽ അടുത്ത മെറ്റാമർ എഴുതുന്ന സമയത്ത് നമുക്ക് 2ഉം 2ഉം ആക്കിക്കൂടെ? എപ്പോഴും ടോട്ടൽ 4 ആണ്. പക്ഷെ ഓക്സിജന്റെ 2 സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം മാറിയില്ലേ? മാറി. അപ്പൊ എങ്ങനെയാ വരിക? CH3 CH2O CH2 CH3. നോക്കിക്കേ, 2 സൈഡിലെ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. ബട്ട് ടോട്ടൽ നമ്പർ ഇപ്പോഴും 4 തന്നെയാണ്. അപ്പൊ ഇതാണ് ഇവന്റെ മെറ്റാമർ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ബിലോങ്ങിങ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ് ആൻഡ് കണ്ടെയ്നിങ് 2 കാർബൺ ആറ്റം. ഇതേ ഹോമോലോഗസ് സീരീസിലാണ്, പക്ഷെ 2 കാർബൺ ആറ്റം ഉള്ള ആള്. അപ്പൊ ഇതേ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ആളൊരു ഈതർ തന്നെയാ. ഇതൊരു ഈതർ ആണ് അല്ലെ? അപ്പോ ആളൊരു ഈതർ തന്നെയാ. 2 കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ വരിക? അപ്പൊ ആദ്യം എന്തായാലും ഒരു ഓക്സിജനെ നമുക്ക് വരയ്ക്കാം. 2 കാർബൺ ആറ്റ. അപ്പൊ ഓരോന്നിനെയും ഇപ്പുറത്തെ സൈഡില് 2 സൈഡിലായിട്ട് നമുക്ക് കൊടുക്കാം. CH3O CH3. ഇതാണ് 2 കാർബൺ ആറ്റമുള്ള ഈതർ അല്ലെ? ഇതേ ഹോമോലോഗസ് സീരീസിൽ വരുന്ന 2 കാർബൺ ആറ്റമുള്ള ആളെന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം മാത്രമുള്ള അല്ലെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമുള്ള ഈതറിനെ വരയ്ക്കാനാണ്. അത് CH3O CH3 ആണ്. ഇതിന്റെ IUPAC നെയിം പറയാ. എങ്ങനെയാ വരിക? ഈതറുകൾക്ക് ആൽക്കോക്സി ആൽക്കൈൻ എന്നാണ് പേര് കൊടുക്കുന്നത്. ഒരു ഭാഗത്തെ ആൽക്കോക്സി എന്നും മറ്റേ ഭാഗത്തെ ആൽക്കൈൻ എന്നും വിളിക്കാം. സോ ഇവിടെ ഒരു കാർബൺ ആറ്റമാണ്. വേർഡ് റൂട്ട് മെത്ത് ആണ്. മെത്തിനെ നമുക്ക് മെത്തിനോടൊപ്പം ഓക്സി എന്ന് ചേർക്കാം. അപ്പോൾ മെത്തോക്സി വന്നു. അപ്പുറത്തെ കാർബണും മെത്ത് ഒറ്റ കാർബണേ ഉള്ളൂ. മെത്ത് തന്നെയാണ് വേർഡ് റൂട്ട്. അതിനെ നമുക്ക് മീഥെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ പേര് മെത്തോക്സി മീഥെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 25 ആണ്. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. എങ്ങനെയാ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മക്കളെ നമ്മൾ എങ്ങനെ എഴുതാ? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. അറ്റോമിക് നമ്പർ കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ 25 ഇലക്ട്രോൺ ഉണ്ട്. 1sന് 2 എണ്ണം കൊടുക്കുന്നു, 2sന് 2 എണ്ണം കൊടുത്തു, 2pക്ക് 6 എണ്ണം കൊടുത്തു. 10 എണ്ണം കഴിഞ്ഞു. ഇനി 15 എണ്ണം ബാക്കിയുണ്ട്. മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകാം. 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്, 4s ഉണ്ട് തൊട്ടപ്പുറത്ത് അല്ലെ? ആദ്യം 3sന് 2 എണ്ണം കൊടുക്കാം, 3pക്ക് 6 എണ്ണം കൊടുക്കാം. 18 ഇലക്ട്രോൺ കഴിഞ്ഞു. ഇനി മിച്ചമുള്ളത് 7 ഇലക്ട്രോൺ ആണ്. ഈ 7 ഇലക്ട്രോണിനെ ആദ്യം തന്നെ 3dക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 3dക്ക് 4sനെക്കാട്ടിലും എനർജി കൂടുതലാണ്. അതുകൊണ്ട് 4sൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺസ് 3dയിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. സോ എന്റെ കയ്യിലുള്ള 7 ഇലക്ട്രോണിൽ 2 എണ്ണത്തിനെ ഞാൻ 4sന് കൊടുക്കുന്നു, മിച്ചമുള്ള 5 എണ്ണത്തെ 3dക്ക് കൊടുക്കുന്നു. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അടുത്തത്
Find the values of quantum numbers n and l representing the electron in its outermost subshell. ഇതിന്റെ ബാഹ്യതമ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്ന എൻ എൽ വിലകൾ കണ്ടെത്തുക. അപ്പൊ ബാഹ്യതമ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ആരാ? 3D ആണോ? അല്ല, 4s ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ 3Dയിലേക്ക് കയറുന്നുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും മൂന്നാമത്തെ ഷെല്ല് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ ഷെല്ല് വരിക, അല്ലെ? അപ്പൊ 3D എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലാണ്. സോ നമ്മളോട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ എന്നല്ലേ, നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിന്റെ എൻ ആൻഡ് എൽ വാല്യൂസ് കണ്ടെത്താനാണ്. അപ്പൊ ബാഹ്യതമ സബ് ഷെൽ എന്ന് പറയുമ്പോൾ നാലാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. അപ്പൊ മക്കളെ 4sന്റെ എൻ ആൻഡ് എൽ വാല്യൂസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എങ്ങനെയാ കണ്ടെത്തുക? എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഷെല്ലിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരുന്നത്. ഇത് നാലാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. സോ എന്നിന്റെ വാല്യൂ 4 ആണ്. ഇനി എൽ എന്ന് പറഞ്ഞാൽ എസ് മുതൽ ക്വാണ്ടം നമ്പർ, സബ് ഷെല്ലിന്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. എല്ലിന് എങ്ങനെയാ വാല്യൂസ് വരിക? എസ് ആണെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് സബ് ഷെല്ലാണ് അല്ലെ. സോ എസ് മുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? 0 എന്ന് വരും. സിമ്പിൾ. അപ്പൊ എന്നിന്റെ വാല്യൂ 4, എല്ലിന്റെ വാല്യൂ 0. ഇനി ഹൗ മെനി ഓറിയന്റേഷൻസ് ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഹാസ്? ബാഹ്യതമ സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷനുകൾ ഉണ്ട് എന്ന് കണ്ടെത്താം. ഈ ഓറിയന്റേഷൻ ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ, ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഏതാ? 4s ആണ്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2l+1 ആണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആരുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എല്ലിന്റെ വാല്യൂവിനെ. എൽ എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കിട്ടിയാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് കണ്ടെത്താം. ഇവിടെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. സോ എല്ലിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ എങ്ങനെ വരും? 2 × 0+1, അതായത് 1 എന്ന് വരും. ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ആയിട്ടുള്ള എസിന് ഒരേ ഒരു ഓറിയന്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എസിന് ഒരേ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അപ്പൊ മക്കളെ, ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നിങ്ങൾ A+ നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളാണ്. സോ മക്കളെ, ഒരു കാര്യം ഉറപ്പുവരാം, മക്കളെ, നമ്മള് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ചോദ്യം എത്ര ടഫ് ആയാലും ശരി, നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ മക്കളെ, നമ്മൾ കോൺസെപ്റ്റ് മുഴുവൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലൈവില് നമ്മൾ 100% A+ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആ ഒരൊറ്റ ലൈവ് കണ്ട കെമിസ്ട്രി പരീക്ഷ എളുപ്പമായിരിക്കും. ഇത് മിസ്സിന്റെ പ്രോമിസ് ആണ്. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരെയും വൈകിട്ട് കൃത്യം 7:30 കാണാം. അപ്പൊ മക്കളെ, ഒരു ചോദ്യം, ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കയറും? അത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വൈകിട്ട് കാണാടാ.